ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ കാര്യം. അപ്പോൾ ഇത് എൻ്റെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ ഞെട്ടണുണ്ട്. ഇത് എത്ര പേർക്ക് ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്ര എക്സൈറ്റ്മെൻറ്റോടെ ഇരുന്നൊരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണം. ഇത് എനിക്ക് കിട്ടിയത്. അന്നത്തെ കാര്യം എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ സാധനം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അങ്ങേയുടെ അറ്റമായപ്പം എൻ്റെ കൺട്രോളെല്ലാം പോയി. ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സംഭവം ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു ഗിഫ്റ്റാണ്. ഞാൻ പണ്ടിങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഫ്യൂസ് ബാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ പറയാനാളില്ല, അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യം വന്നാൽ വിളിക്കാനാളില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞിറങ്ങി നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ കാര്യത്തിലും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ ബർത്ത്ഡേക്ക് തന്നെ ഒരുപാട് പേര് ഞാൻ പോലും പറയാതെ എന്നെ വിഷ് ചെയ്ത് അക്കൂട്ടത്തിലുള്ള ഒരാളാണിത്. ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് എന്നിട്ട് ഇത്രയും സാധനങ്ങളിൽ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണില്ല. ഞാനിത് തുറന്നു നോക്കിയപ്പം ഞെട്ടിപ്പോയി. എനിക്കിതിൽ അതിഷ്ടപ്പെട്ടു ഇതിഷ്ടപ്പെട്ടു എന്ന് അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. എല്ലാം എനിക്ക് കണ്ടപ്പം ഇങ്ങനെ കൈയൊക്കെ വിരിവിര വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതെടുക്കട്ടെ എന്നിങ്ങനെ ഞാൻ ആലോചിച്ച് നിൽക്കുമായിരുന്നു. തുറന്ന അവസാനം വരെയും ഞാൻ ഞെട്ടിയാണ് ഓരോ സാധനങ്ങളും എടുക്കണം. ഇതൊക്കെ എങ്ങനെ, ഇതൊക്കെ എനിക്ക് തന്നെ കിട്ടിയത് അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇതൊന്നും ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു സംഭവം തന്നെയായിരുന്നു. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് അമ്മ മേടിച്ചു തരും. പക്ഷെ അതൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ ഇങ്ങനെ കമ്മലോ മാലയൊക്കെ മേടിച്ചിരുന്ന സമയത്ത് ഞാൻ അമ്മയെടുത്തൊരു അമ്മ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷേ ഇത് ഞാൻ തന്നെ മേടിച്ചിട്ട് ഈ ബോക്സിൽ ഇട്ടാൽ എങ്ങനെ എനിക്ക് അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എനിക്കൊന്നും എനിക്ക് അതിഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇതിഷ്ടപ്പെട്ടെന്ന് എനിക്കങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല. എനിക്ക് എല്ലായിടത്ത് കണ്ടിട്ട് വാരിയെടുത്തുകൊണ്ട് ഓടാനാണ് തോന്നിയത്. ഓരോ ബർത്ത്ഡേക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പല ബർത്ത്ഡേ ദിവസവും എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ല. ദൈവമേ, ഇങ്ങനെ ഒരിക്കൽ കൂടെ ഇങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ നടക്കല്ലേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ദിവസമായിരുന്നു. കാരണം ഞാൻ പോലും പറയുന്ന ഒരുപാട് പേരെന്നെ വിഷ് ചെയ്ത് ഒരുപാട് ഹാപ്പി ആയ ഡേ ആയിരുന്നു.